ലാലേട്ടന്റെ ഒരു പുതിയ പടം, ഒരു അൺഎക്സ്പെക്ടഡ് പടം, അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ബേസിക്കലി ഇതൊരു കന്നഡ പടമാണ്. ഋഷഭ എന്നാണ് പടത്തിന്റെ പേര്. കന്നഡ ഡയറക്ടർ ആയിട്ടുള്ള നന്ദകിഷോറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു പാൻ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പാൻ സൗത്ത് ഇന്ത്യൻ സിനിമ എന്നുള്ള ലെവലിലാണ് ഈ ഒരു പടം വരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോ മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തിട്ട് ഈ ഒരു പടം ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഈ വൃഷഭ എന്ന് പറയുന്നത് ഒരു സോഡിയാക് സൈൻ ആണ്, അതായത് ബുള്ളിന്റെ ആ ഒരു സൈൻ വരുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് അനീതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്ന ഒരു ബുള്ളായിട്ടായിരിക്കും മിക്കവാറും ഇതിനകത്ത് ലാലേട്ടൻ വരാൻ സാധ്യത. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒന്ന് കാണാം. ബാലാജി ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ദ പാസ്റ്റ് നെവർ ഡൈസ്, ഇറ്റ് ബ്ലീഡ്സ് ഇൻ ടു എവറി ബർത്ത്. ഇൻകാറിനേഷൻ ആണോ? പരകായ പ്രവേശം അല്ലെങ്കിൽ പുനർജന്മം? അതിന്റെ ഒരു ഹിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും വീണ്ടും കാണും. What you can't define, the brain denies. ഓ ലാലേട്ടൻ, ദൈവമേ, ഇതൊരു ഒരു ഒരു മലങ്കൾട്ട് സാധനം ആവാണ്ടിരുന്നാ മതിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ഈ ഒരു ഡബിങ് ആണ്. ഈ ഡബിങ് നമുക്ക് അറിയാത്ത മലയാള സിനിമ അല്ല, മലയാളത്തിൽ വേറെ ആൾക്കാർ ഡബ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഈ ഡബിങ് പല സമയത്തും ഈ കന്നഡ തെലുങ്കു സിനിമകൾ ഒരു പ്രശ്നമാവാറുണ്ട്. പക്ഷേ ലാലേട്ടന്റെ ലുക്ക് ഇതിനകത്ത് കൊള്ളാട്ടോ. അപ്പയില്ലാതൊക്കെ ആളുകൾ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു ഒരു പാസ്റ്റ് ആൻഡ് ഒരു പ്രസന്റ്, ഒരു ഇന്റർപ്ലേ ആണോ ഈ ഒരു സിനിമ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനകത്ത് ലാലേട്ടൻ എന്തൊക്കെയോ സ്വപ്നങ്ങളെ കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട്. വൃഷഭ പാസ്റ്റ്, അതേപോലെ തന്നെ പ്രസന്റ്. പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ വീണ്ടും പുനർജനിച്ച പോലെ തോന്നുന്നുണ്ട്. ഋഷഭ ആ ഒരു 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 അതിന്റെ ആ സോഡിയക് സൈനിന്റെ കുറച്ച് മീനിങ്സ് ഉണ്ടല്ലോ, അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേ ഉണ്ടായിരുന്ന ഒരാള് വീണ്ടും ജനിച്ച് അയാളുടെ ആ മുന്നത്തെ ട്രെയ്റ്റ്സ് ഇപ്പോഴും ഇയാളുടെ ഉള്ളിലുള്ള അങ്ങനെ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാഹുബലിന്റെ സെറ്റ് പോലത്തെ കുറെ സാധനങ്ങളൊക്കെ കാണാൻ കേട്ടോ. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ബിഗ് ബോസില് ലാലേട്ടൻ നാളെ കാണാനിരിക്കുന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ തോന്നിയോ? എനിക്ക് മാത്രമാണോ ദൈവമേ അങ്ങനെ തോന്നിയത്? ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് റീഇൻകാർനേഷൻ ആണ്. അപ്പൊ ബേസിക്കലി ഇവനെ കൊല്ലാൻ എന്ത് ചെയ്യണം? കൊല്ലാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. ഇത് നമ്മുടെ ഗോപനല്ലേ, നെയ്യാറ്റിൻകര ഗോപൻ, ഗാനഭൂഷണം. അയ്യോ, അതുപോലത്തെ ഉണ്ട് കേട്ടോ. ഫുള്ള് ആക്ഷൻ കൈൻഡ് ഓഫ് സാധനങ്ങളാണ്, ഫൈറ്റ് ആണ്, എപ്പിക് സാധനമുണ്ട്, പ്രസന്റും ഉണ്ട്. അതായത് പാസ്റ്റ് അലട്ടുന്ന ഒരു മനുഷ്യൻ, അലട്ടുന്ന എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഉണ്ട് തന്റെ പാസ്റ്റിൽ, എന്തോ ഫുൾഫിൽ ആവാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന ഒരാളെ പോലെ ഒരു അങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരു സാധനം മനസ്സിലായത്. പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ഓ നന്ദകിഷോർ. അപ്പൊ അതാണ് ഗൈസ് വൃഷഭ, കന്നഡ പടം. മോഹൻലാൽ തന്നെയാണ് മെയിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെയിൻ ഒരു എലമെന്റ് തോന്നി ഒരു സിനിമക്കകത്ത്.
സിനിമ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് ഇൻകാർനേഷൻ ആണ്. അതായത് പുനർജനിച്ചതും അപ്പൊ പാസ്റ്റിലുള്ള ലൈഫിന്റെ ചില ട്രേറ്റ്സ് ഒക്കെ വരുന്നതും, പിന്നെ ഋഷഭ എന്ന് പറയുന്ന ആ ഒരു സോഡിയാക് സൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന തെറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതും അങ്ങനത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഒരു ബാഹുബലിന്റെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപനും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പൊ ഇതിനെ കളിയാക്കല്ല, നമ്മൾ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയല്ല. പക്ഷെ ഇതിന്റെ ഒരു സെറ്റപ്പും അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഡബിങ്ങും ഡയലോഗ് ഡെലിവറിയും ഒക്കെ ഈ ട്രെയിലറിനകത്ത് കണ്ടിട്ട് തിയേറ്ററിൽ ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സാധനമുണ്ട്. ഇത് കൾട്ടായി പോലെ മലങ്കൾട്ടായി പോലെ എന്നുള്ള ഒരു ഫീല്, ഒരു തോന്നൽ ഉള്ളിലുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാലോ, ലാലേട്ടൻ ലാസ്റ്റ് വന്നിട്ടുള്ള പടങ്ങളെല്ലാം കിണ്ണം പടങ്ങളായിരുന്നു, കിടുക്കാച്ചി പടങ്ങളായിരുന്നു, തുടരും വരെ. അപ്പൊ അങ്ങനെ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോ. വീണ്ടും താഴോട്ട് പോവല്ലേ ആളുകള്, ഈ പറയുന്ന ബറോസ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും പുള്ളി ഒന്ന് താഴോട്ട് പോവാ. ഗ്രാഫ് ഇങ്ങനെ ഭയങ്കര ഇൻകൺസിസ്റ്റൻസ് ആണ്. അപ്പൊ അതങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആവല്ലേ എന്നുള്ള ഒരു തോട്ട്, എന്നൊരു ഫീലിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് കന്നഡ എന്ന് വരുന്ന സിനിമയാണ്, ഭയങ്കര ഓവർ ദ ടോപ്പ് സാധനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന മിത്ത് സാധനങ്ങളെയൊക്കെ ഒന്നും കൂടെ ഓവർ സെൽ ചെയ്യുന്ന രീതിയിലേക്ക് കുറച്ചും കൂടെ പൊലിപ്പിച്ചിട്ട് ചിലപ്പം കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മലയാളി ഓഡിയൻസിന് അതൊക്കെ ഇന്ന് ഡൈജസ്റ്റ് ആവുക എന്ന് പറയുന്നത് പല സിറ്റുവേഷനിലും പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ് സത്യത്തില്. ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞാൽ എന്നൊക്കെ പറയുമല്ലോ, ആ കൈൻഡ് ഓഫ് ഡയലോഗുകളൊക്കെ ആയിട്ട് കേരളത്തിലെ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ലാലേട്ടനാണെങ്കിലും കൂവല് കിട്ടും. അപ്പോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ടിട്ട് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാനും രസമായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റുന്ന ചില എലമെന്റുകളുള്ള സിനിമ ആയിട്ട് തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. അപ്പോ ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ പടം വരട്ടെ എന്നുകൂടെ പ്രത്യാശിക്കുകയാണ്.